ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ എന്ത് പരിപാടിയൊക്കെ വന്നതെന്ന് വെച്ചാൽ നമുക്കിന്നൊരു ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ ഒരു വേറെ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് എടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പാത്രത്തേക്ക് ഇതായി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പിൻ്റെ അതേ അളവിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം. പ്രത്യേകം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഉപ്പ് നല്ലോണം കലങ്ങിയിരിക്കണം. അപ്പോൾ നമ്മളിത് ആ വെള്ളം നന്നായി കലക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഫുഡ് കളർ വേണമല്ലോ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെയൊക്കെ ഇവിടെ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് ഇനി ആ കളറ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ ഒരു വേറെ വലിയ പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഇതിൽ മൈദ ഇട്ടിട്ട് കുഴക്കുമ്പം ഈ മറ്റേ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നീക്ക് ഉപ്പിൻ്റെ അളവിൽ ഉപ്പിൻ്റെ ഡബിളായിട്ടാണ് മൈദ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിതാ ഉപ്പിൻ്റെ ഡബിള് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് നമ്മളത് അതേമാതിരി ഒരു സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലൂസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലേക്ക് കൂടി കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്താൽ തന്നെ സെറ്റാവും. അപ്പോൾ നമ്മളിതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പുണ്ട് ആവും, അതുകൊണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് നമ്മുടെ കൈമ ആക്കിയിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ ഒട്ടിപ്പ് കുറയും. പിന്നെ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കിയാലും മതി, അപ്പോഴും അത് സെറ്റാവും. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതായിട്ട് നമ്മൾ ഒരു ഏകദേശം കണ്ടോ, മഞ്ഞ കളർ കിട്ടില്ല. അതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.